എടുത്തിട്ടുണ്ട്. ഗെയിം തുടങ്ങി, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗെയിം തുടങ്ങിയടാ. ഇതാണ് ഗൈസ് ക്രേറ്റോസ്, നമ്മുടെ ഗെയിമിലെ നായകൻ. ഓ, ആ മരത്തിന്റെ അവിടെ എന്തോ ഒരു കൈപ്പാട് കിടക്കണ്ട കേട്ടോടാ. ഓ, ബീജം നോക്കിയല്ലേ, പഴയ സ്റ്റൈല്, അതാണ് വേണ്ടത്. ആ മരത്തിലെന്തോ കൈപ്പത്തി ഉണ്ട്, കൈപ്പത്തിയുടെ ചിഹ്നമുണ്ട്. എന്താ നോക്കിയ ഗൈസ്, ഇതാണ് ഗോഡ് ഓഫ് വാർ എന്ന് പറഞ്ഞ ഭയങ്കര പവർ ആയിട്ടുള്ള ഒരു മനുഷ്യനാട്ടോ ഇത്. ഓ, നമ്മൾ ആക്സ് വെച്ചിട്ട് നമ്മളിത് ലെവിയാത്തൻ ആക്സ്, അങ്ങനെ എന്തോ ആക്സ് ആണ് അത് വെച്ച് നമ്മളിത്. ഓ, ഇത് കട്ട് ചെയ്യണേ മരം. നമ്മൾ ഈ മരം കട്ട് ചെയ്യാൻ വേണ്ടിയാട്ടോ വന്നേക്കണേ. കട്ട് ചെയ്യാം. ഓ, കട്ട് ചെയ്യാം. ഓ, ഓ മൈ ഗോഡ്. അയ്യോ, എന്റെ അമ്മ, എന്ത് വലിയ മരാലേ ആക്സ് വെച്ച് കട്ട് ചെയ്തിട്ടത്. മരം എന്തോ കട്ട് ചെയ്തിട്ടടാ. ഓ മൈ ഗോഡ്, അതും മസ്കുലറാ നോക്കിയാലേ. ഇത്ര മസിൽ വേണ്ട കേസ്, എന്നാലും ഇതിന്റെ പകുതിയെങ്കിലും ഒരു മസിലൊക്കെ ഉണ്ടെങ്കിൽ പവറായനെ അല്ലേ. കയ്യിലെന്തോ എന്താണ് കേസ്, എന്തോ കുറ്റബോധം ഉള്ള പോലെ തോന്നണ്ടല്ലോ അല്ലേ. ഈ ക്രേറ്റോസിന് ഈ ആക്സ് അല്ലാണ്ട് വേറൊരു വെപ്പൺ ഉണ്ട്. ഓ, അട്രേ, ഇത് നമ്മുടെ ക്രേറ്റോസിന്റെ മോനാണ്. അട്രേയസ് ക്രേറ്റോസിന്റെ മോനാട്ടത്. ബോട്ടിൽ പോയി കയറാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെറുക്കന്റെ അടുത്ത്. പോയി ബോട്ടിൽ കയറാന്ന്. ക്രേറ്റോസിനുണ്ടല്ലോ ഗൈസ് വേറൊരു വെപ്പൺ ഉണ്ട്. ഒരു ചെങ്ങലയിലുണ്ടല്ലോ ഒരു വാള് കെട്ടി എറിയണേ. അത് ഞാൻ പണ്ട് എനിക്കൊരു ജാവ മൊബൈൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഗോഡ് ഓഫ് വാറിന്റെ 2D ഗെയിംസ് കളിക്കാൻ പറ്റും. അതിനകത്ത് ഈ വെപ്പണൊക്കെ വെച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. ഗോഡ് ഓഫ് വാർ അങ്ങനത്തെ ഗെയിംസ്, ഒത്തിരി 2D ഗെയിംസ് ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ ട്രയോളജി ഇല്ലേ ഞാൻ കളിച്ചിട്ടില്ല. പ്ലേ സ്റ്റേഷനിൽ എന്താ റീമേക്ക് വരും, അപ്പൊ നമുക്ക് കളിക്കാം. നമ്മൾ ഈ തടി എടുത്തോണ്ട് പോവാട്ടാ ഗൈസ്, നമ്മൾ ഈ തടി എടുത്തോണ്ട് പോവാണ്. കണ്ട, നമ്മുടെ മോനാണിത് അട്രേയസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളിവിടെ ഗ്രീക്ക് മെത്തോളജി എന്നൊക്കെ കഴിഞ്ഞ് ഒത്തിരി കാലം ശേഷം കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ഉണ്ടായത്. ആ കൊച്ചാണ് അട്രേയസ്. വാങ്ങ്, അഴിക്ക്. ചെറുക്കൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണം. വേണ്ട വേണ്ട വേണ്ട. ഓ, ഈ തടി എടുത്തോണ്ട് നമ്മൾ പോവാട്ട്. എന്റെ അമ്മ, എന്ത് തടിയാ നോക്കിയാടാ ഗൈസ്. നമ്മൾ ചുമ്മാ തോളത്ത് വെച്ചോണ്ട് പോവാട്ടാ കൂളായിട്ട്. ഓ, നമ്മളാ മരം ഉണ്ടല്ലോ ഗൈസ് കെട്ടി കൊണ്ടുപോവാട്ടാ. ആ വെള്ളം ഉരുട്ടി നമ്മള്, ആ മരം ഉരുട്ടി നമ്മൾ വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ട്. മതി, അത്രയും കെട്ടിയാ മതി. കേറിയിരുന്നോ? ഈ ബോട്ട് നമുക്ക് തികയോ? ഞാൻ കേറിയിരുന്നപ്പോഴേക്ക് ഒന്ന് ചാടിയാർന്ന്. ഇത് നമ്മള് ഓക്കെ, നമ്മളിന് തുഴഞ്ഞ് എങ്ങോട്ടാ പോണേ? എന്താ പോനെ? എന്താ ചേഞ്ച് ആയേ? ഇപ്പൊ കാട് ഡിഫറെന്റ് ആന്ന് പറയാ. എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, എല്ലാം ഡിഫറെന്റ് ആന്ന് പറയാ കേട്ടാ. ഓ ഗൈസ്, ഭയങ്കര മഞ്ഞ് വീഴ്ച. നമ്മൾ അന്റാർട്ടിക്കയിലാന്ന് തോന്നുന്നൂലേ. ഇവിടെ കയറണം നമ്മള്. ഇവിടെ ബോട്ട് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. കാടൊക്കെ ഇപ്പൊ മൊത്തം ഡിഫറെന്റ് ആന്ന് പറയാണ്. എല്ലാം ഇപ്പൊ ഡിഫറെന്റ് ആയിരിക്കാണ്. പോയി തടി നമ്മൾ വെള്ളത്തിൽ നിന്ന് വലിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണേ. എന്ത് തടിയാ നോക്കിയ സാധനം കൂളായിട്ട് കണ്ട. അത്രയ്ക്ക് ശക്തിയാണ്, അത്രയ്ക്ക് ശക്തിയാണ്. ഇനി തടി നമ്മള് കൊണ്ടുപോകണട്ടാ. നമ്മുടെ ചെറുക്കന്റെ പുറകെ പോയാൽ മതിയായിരിക്കും. ചെറുക്കന് കറക്റ്റ് വഴി അറിയാന്നാ തോന്നണേ. ഗൈസ്, ഈ ഗെയിമൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. ഞാൻ പറയാണ് ഗൈസ്, നമ്മൾ കാണാൻ പോകുന്നത് മാസ്റ്റർ പീസ് ആയിട്ടാണ്. ഞാനും അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി മുതൽ നമ്മൾ സ്റ്റോറി ഗെയിംസ് ഒക്കെ കളിച്ച് പവർ ആക്കുന്നതായിരിക്കും കേട്ടോ ഇതുപോലത്തെ. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു സിനിമ കാണുമ്പോലിരുന്ന് കാണുക ഗൈസ്. ചായ ഒക്കെ എടുത്തു വെക്കുക, ചിപ്സ് കാര്യങ്ങളാ പക്കാവിടെ മിച്ചറ എല്ലാം എടുത്തു വെച്ചിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾ ചാരി കസേരയിൽ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് എൻജോയ് ചെയ്യുക. ടിവിയിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കാട്ടോ. അതേ നമ്മുടെ മോന് പിടിക്കണ്ടല്ല. ഓ ഗൈസ്, നമ്മളെങ്ങോട്ടും പോകണ്ട. ദേ ഇവിടെ കൈപ്പത്തി ഉണ്ട് ഗൈസ്. ഇവിടെ കൈപ്പത്തിയുടെ ചിഹ്നം ഉണ്ട് കേട്ടാ. ഇതാണ് അവസാനത്തേന്ന് പറയാണ്. ഓ ഇതിനു മുമ്പ് വേറെ തടി നമ്മൾ എടുത്തോണ്ട് വന്നു എന്നാട്ടോ എനിക്ക് തോന്നണേ.
ഓ ഇത് നമ്മുടെ വീടാടാ, നമ്മുടെ വീട്ടിലോട്ട് എത്തി. നമ്മള് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഓ ഗൈസ്, ഇവിടെ ആരും മരിച്ചിട്ടുണ്ടല്ലോ. മരിച്ചയാളെ കത്തിക്കാൻ കൊണ്ടുവന്ന തടി. നോ ഗൈസ്, നമ്മുടെ അമ്മ ക്രേറ്റോസിന്റെ വൈഫാണ് ഡെഡായ. അല്ലേ? അതാണ് പ്രാർത്ഥിക്കട്ടോ നമ്മള്. There did they call to me? There did they call to me? എടാ നമ്മുടെ അമ്മയെ ഡെഡായേ. നമ്മുടെ അമ്മ മരിച്ചു, ക്രേറ്റോസിന്റെ വൈഫ്. അപ്പോ ഗെയിം തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെയായിട്ട് തുടങ്ങണേ. നമ്മള് കുറച്ച് റഫായിട്ടുള്ള ക്യാരക്ടർ കേട്ടോ, ഭയങ്കര ദേഷ്യമുള്ള ഭയങ്കര റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മള്. കുറച്ച് റൂഡാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടാ ക്രേറ്റോസ്. ഷീസ് റെഡി. ഓ ഇല്ല ഗൈസ്, ക്രേറ്റോസിന് നല്ല വിഷമമുണ്ട്. പുള്ളിയുടെ വൈഫ് ഇങ്ങനെ മരിച്ചല്ലേ, പക്ഷെ പുറത്ത് കാണിക്കാത്തോ റഫായിട്ട് നടക്കണേന്ന് തോന്നുന്നു. യു ആർ ഫ്രീ. ആത്മാവിന്റെ അടുത്ത് പറയണേന്ന് തോന്നുന്നു. നമ്മൾ ആ തടി എടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ക്രേറ്റോസിന്റെ വൈഫിനെ ഉണ്ടല്ലോ ഗൈസ്, കത്തിക്കാൻ വേണ്ടിയാണ്, ചിത ഒരുക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്ന. ഓ ചിതയിൽ കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ ക്രേറ്റോസ്. ട്രേസ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുക. ഓ കത്തിക്കുവാണ് ഗൈസ്, കത്തിച്ചു. എങ്ങനെയാ മരിച്ചതെന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടാ, എങ്ങനെയാ മരിച്ചതെന്നൊന്നും കാണിച്ചില്ല, പക്ഷെ മരിച്ചു. ഇനി അട്രേസും ക്രേറ്റോസും മാത്രം. ഫ്രീ ആയി ഗൈസ്, സ്പിരിറ്റ് ഫ്രീ ആയി. ഫൈൻഡ് യുവർ വേ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രേറ്റോസ്. ദീദി എന്താ അതിന്റെ അമ്മയുടെ കത്തിയെന്ന് തോന്നുന്നു കേട്ടോ, അതെടുത്ത് അട്രേസ് കൈ പൊള്ളി. എന്തെങ്കിലും ഓർത്ത് വയ്ക്കാൻ വേണ്ടേ ഗൈസ്, അതുകൊണ്ട് എടുത്താന്ന് തോന്നുന്നു അട്രേസ്. ഓ അമ്മയുടെ കത്തിയാണ്, അത് ഓർമ്മയ്ക്ക് വേണ്ടി എടുത്താന്ന് തോന്നുന്നു. ഇനി അത് നിന്റെയാന്ന് പറഞ്ഞിട്ടുണ്ട് ക്രേറ്റോസ് അട്രേസിന്റെ അടുത്ത്. കണ്ടിയും പഠിപ്പിച്ചിട്ടില്ലേ? ഇപ്പൊ തന്നെ ക്രേറ്റോസ് ചോദിക്കുകയാണ്, അമ്മ നിന്നെ ഹണ്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേന്ന്. അങ്ങനെയായിട്ട് എനിക്ക് കാണിച്ചു താട്ടെ എന്ന് പറയട്ടെ ഇപ്പൊ തന്നെ. അട്രേസ് എത്തി. അമ്പും വില്ലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഓ നമ്മളല്ല, നീയാണ് മാനിനെ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഏത് വഴിയാന്ന് ചോദിക്കുമ്പോ മാൻ എവിടെയുള്ള ആ വഴി. അമ്മ നിന്നെ ഹണ്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് ചോദിക്കാണ്. അമ്മ മരിച്ചപ്പോ തന്നെ ക്രേറ്റോസിന്റെ വൈഫിനെ നമ്മള് ഇവിടെ കത്തിച്ച് ഇതാക്കി ചെയ്തതിൽ കത്തിച്ചുള്ളൂ. അപ്പൊ തന്നെ ക്രേറ്റോസ് മോന്റെ അടുത്ത് ചോദിക്കാണ്, I need to know you can survive the journey. Oh. Then we leave for the mountain? Depends on you. എന്തോ ജേർണിക്ക് പോവാണ് ഇവര്, എന്തോ യാത്രക്ക് പോവാണ്. അപ്പൊ യാത്രക്ക് മുന്നേ നീ റെഡി ആണോ എന്ന് എനിക്ക് അറിയണമെന്ന്. ക്രേറ്റോസിന്റെ വൈഫിനെ നമ്മളിത് ഇവിടെ ചിതയിൽ ഇങ്ങനെ കത്തിച്ചുള്ളൂ. അപ്പൊ തന്നെ ചോദിക്കണം, അമ്മ നിന്നെ ഹണ്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ. ആ ട്രേസ് ചോദിക്കണം, അതെന്തിനാണ് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോ എന്താ ട്രാക്കാ? ഓ എന്തോ ട്രാക്ക് കണ്ടു, പക്ഷെ അത്
ഡിയറിന്റെ ട്രാക്ക് അല്ല, ഇവരെന്തോ ജേണിയിൽ പോവാന്നാണ് പറഞ്ഞത്, എന്തോ യാത്രക്ക് പോവാണ്. അതിനുമ്പ്